അവനെ അവിടെ കണ്ടപ്പോൾ എല്ലാ മൃഗങ്ങളും അസ്വസ്ഥരായി. ദുഷ്ടനായ വേട്ടക്കാരാ, നീ ഇവിടെയോ? ഈ രാമു ആനയ്ക്ക് സംഭവിച്ചതിൽ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ? അതെ, ഇത് ചെയ്തത് ഞാൻ തന്നെയാണ്. ഞാൻ രാമു ആനയുടെ കൊമ്പ് പറിച്ചെടുത്ത് മാർക്കറ്റിൽ വിറ്റ് പണം സമ്പാദിക്കുവാൻ പദ്ധതിയിട്ടിരുന്നു. കാരണം കുറെ നാളായി എന്റെ കുഞ്ഞു സുഖമില്ലാതെ കിടക്കുകയാണ്. അവന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാ ഞാൻ ഇതെല്ലാം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്ത തെറ്റിൽ എനിക്ക് പശ്ചാത്താപമുണ്ട്. രാമു ആനയുടെ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്റെ കുഞ്ഞിനെ ഓർമ്മ വന്നു. അവനും തന്റെ അമ്മയില്ലാതെയാ ജീവിതം നയിക്കുന്നത്. ചോട്ടു ആന കരയുന്നത് കണ്ടപ്പോൾ അവനിൽ ഞാൻ എന്റെ സ്വന്തം കുട്ടിയുടെ മുഖം കണ്ടു. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ കുഞ്ഞും ഇതുപോലെ കരയും. ഇവന്റെ കണ്ണുകളിൽ കാണുന്ന അനാഥനാകുമോ എന്ന ഭയം അത് അവന്റെ കണ്ണുകളിലും ദൃശ്യമാകും. എന്റെ അച്ഛനെ വേഗം സുഖപ്പെടുത്തൂ. നിങ്ങളുടെ പക്കൽ അദ്ദേഹത്തെ സുഖപ്പെടുത്തുവാനുള്ള മരുന്നുകളും ഉണ്ടാകില്ലേ? ഇത് കേട്ട് വേട്ടക്കാരൻ തന്റെ തല കുനിച്ചു. നിർഭാഗ്യവശാൽ ഇതിന് പരിഹാരമായുള്ള മരുന്ന് എന്റെ പക്കലില്ല. ഇനി ഒരു അത്ഭുതത്തിന് മാത്രമേ ഇവനെ രക്ഷിക്കുവാൻ കഴിയൂ. അത്ഭുതം എന്ന വാക്ക് കേട്ടപ്പോൾ ചോട്ടു ആനയ്ക്ക് എന്തോ ഒന്ന് ഓർമ്മ വന്നു. വേട്ടക്കാരനങ്ങൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നിഗൂഢമായ ഗുഹയ്ക്കുള്ളിൽ പോകുവാൻ കഴിയും. അവിടെ അച്ഛനെ സുഖപ്പെടുത്തുവാനുള്ള എന്തെങ്കിലും അത്ഭുത മരുന്ന് തീർച്ചയായും കാണും.